Fat Loss Series Part 1. നമ്മൾ ഇന്ന് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫാറ്റ് ലോസ് ജേർണി സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യുക. എന്താണ് ഫാറ്റ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നത്, ഫാറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഡയറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്കൗട്ട് സ്കെഡ്യൂൾ ഡിസൈൻ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഫാറ്റ് ലോസ് ജേർണി എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടാൽ മനസ്സിലാവും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്താണ് ഫാറ്റ്? നമ്മുടെ ശരീരത്തിലെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റിനെ പ്രധാനമായും അറിയപ്പെടുന്നത് ഒരു എനർജി സോഴ്സ് ആയിട്ടാണ്. അതായത് നമ്മൾ ഒരു ദിവസം നമ്മുടെ ശരീരം ഒരുപാട് ഫങ്ഷൻസും അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസുകൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി നമ്മുടെ ഫസ്റ്റ് എനർജി സോഴ്സായ ഗ്ലൈക്കോജനിൽ നിന്നാണ് എടുക്കുക. ഗ്ലൈക്കോജൻ്റെ അവൈലബിലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെ എനർജി സോഴ്സായിട്ട് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിൽ നിന്നാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഫാസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണോ എന്ന് വയ്ക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി, നിങ്ങളുടെ ശരീരത്തിന് ഫംഗ്ഷനിങ്ങിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനോ ആവശ്യമായിട്ടുള്ള എനർജി ഫാറ്റിൽ നിന്നാണ് എടുക്കുക. അതുകൊണ്ടാണ് ഫാറ്റിനെ പ്രധാനമായിട്ടും ഒരു എനർജി സോഴ്സായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വിസറൽ ഫാറ്റ്, രണ്ടാമത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഹിഡൻ ഫാറ്റാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ സോഫ്റ്റ് ടിഷ്യൂ ഓർഗൻസായ ഹാർട്ട്, കിഡ്നി, ലിവർ ഇവയൊക്കെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന ഒരു തരം ഫാറ്റിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഫാറ്റിനെ നമ്മൾ ഹിഡൻ ഫാറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ ചുറ്റുമാണ് ഇതിനെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ മസിലിൻ്റെയും ഇടയിലായി കാണപ്പെടുന്ന ഫാറ്റിനെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. അതൊരു വിസിബിൾ ഫാറ്റാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനായിട്ടും വളരെയധികം ഡേഞ്ചറാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ വിസറൽ ഫാറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ഈ വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ത ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിനെയും ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡിസീസിന് കാരണമാവും. ഫോർ എക്സാമ്പിൾ ക്യാൻസർ, ആസ്മ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, അതുപോലെ തന്നെ ലിവർ ഡിസീസ്, ഇതിനൊക്കെ കാരണമാവും ഈ വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആയി കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ശരീരം കൂടുതൽ ഫാറ്റ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നത്? ഇതറിയാൻ നമ്മൾ ആദ്യം കാലറീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കാലറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാലറി എന്ന് പറയുന്നത് എനർജിയുടെ ഒരു യൂണിറ്റ് ആണ്. കാലറി എന്ന് പറയുന്നത് നമുക്ക് കാലറീസ് പ്രധാനമായും കിട്ടുന്നത് ഫുഡിൽ നിന്നാണ്. കാലറീസിനെ കുറിച്ചറിയാൻ നമ്മൾ ആദ്യം മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കൊരു ഫുഡിൽ നിന്ന് കിട്ടുന്ന 3 മൂലകങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. നമുക്ക് 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും 4 കലോറിയാണ് കിട്ടുന്നത്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും 4 കലോറിയാണ്. അതുപോലെ തന്നെ 1 ഗ്രാം ഫാറ്റിൽ നിന്ന് 9 കലോറിയാണ്. ഇങ്ങനെയാണ് മാക്രോ ന്യൂട്രിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു പഴം എടുക്കുക. ഒരു പഴത്തിൽ നിന്നും 30 ഗ്രാം കാർബോഹൈഡ്രേറ്റും 3 ഗ്രാം പ്രോട്ടീനും 1 ഗ്രാം ഫാറ്റുമാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. 30 × 4 90, 3 × 4 12, 1 × 9 9. ഇത് 3ഉം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ആ ഒരു പഴത്തിൻ്റെ കാലറീസ് എന്ന് പറയുന്നത്. ആ പഴത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാലറി എന്ന് പറയുന്നത്. ടോട്ടൽ 111 ഗ്രാം കാലറീസ് ആണ് ആ പഴത്തിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുക ഒരു ഫുഡിൽ നിന്ന്. ഫുഡിലെ കാലറീസ് അറിയാനുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഏതൊക്കെ ഫുഡിലെ കാലറീസ് ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ആ ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരഭാരവും അയാളുടെ ശരീരത്തിലുള്ള മസിൽസും ഫാറ്റും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കാലറീസിനെയാണ് മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരുടെയും ശരീരപ്രകൃതം അനുസരിച്ച് അയാളുടെ ശരീരഭാരം അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അതിൽ നോക്കി കഴിഞ്ഞാൽ. ആ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വെയിറ്റ് ചോദിക്കും, ഹൈറ്റ് ചോദിക്കും, പിന്നെ അതിൽ ചോദിക്കുന്ന വാല്യൂസൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു 80 കിലോ ഭാരമുള്ള ഒരാളുടെ മെയിൻ്റനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു ദിവസം വേണ്ട പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത് 148 ഗ്രാം പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് 323 ഗ്രാം കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്നത് 69 ഗ്രാം ഫാറ്റുമാണ്. ഇത് 3ഉം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് അയാൾക്ക് ഒരു ദിവസം വേണ്ട മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത്. അതായത് 2425 കാലറിയാണ് അയാളുടെ ശരീരം ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അയാൾക്ക് വേണ്ടത്. അതായത് അയാളുടെ ശരീരം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ശരീരഭാരവും മസിലും
ഫാറ്റും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ട കാലറി എന്ന് പറയുന്നത് ഇതാണ്. ഈ 2425 ഗ്രാം കാലറീസിൻ്റെ മുകളിലോട്ട് കാലറീസ് ഇൻടേക്ക് ചെയ്യുകയും നമ്മുടെ ശരീരം ആ കാലറീസ് എല്ലാം ബേൺ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ വരുമ്പോഴാണ് നമ്മുടെ ശരീരം കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത്. അതായത് ഇപ്പോൾ 80 കിലോഗ്രാം ഭാരമുള്ള വ്യക്തിക്ക് എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്കൊരു ദിവസം വേണ്ടതെന്ന് പറഞ്ഞു. ആ കാർബോഹൈഡ്രേറ്റിനായിട്ടും അല്ലെങ്കിൽ ആ ഫാറ്റിനായിട്ടും കൂടുതൽ ഫാറ്റ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത്. പ്രോട്ടീൻ നിങ്ങൾ ഒരിക്കലും ഫാറ്റ് ആക്കില്ല. ഫാറ്റ് ആക്കും, പിന്നെ നിങ്ങൾ അത്രയധികം പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതൊന്നും ഒരാളെ കൊണ്ടൊന്നും കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, ഒരു നോർമലി ഒരാൾക്കൊന്നും. ഓക്കെ, പിന്നെ നമ്മളെ ഫാറ്റ് ആക്കുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ്. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ആദ്യം കൺവേർട്ട് ആവുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. ഈ ഗ്ലൈക്കോജൻ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിലെ ഫസ്റ്റ് എനർജി സോഴ്സ് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കോജൻ നമ്മുടെ ശരീരത്തിലെ മസിൽസിലും ലിവറിലുമാണ് സ്റ്റോർ ആവുന്നത്. നമ്മുടെ ശരീരത്തിലെ മസിൽസിനും ലിവറിനും ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഗ്ലൈക്കോജൻ സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ഗ്ലൈക്കോജൻ നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ശരീരം കൂടുതൽ ഫാറ്റ് ആവുന്നത്. കാരണം ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഗ്ലൈക്കോജൻ്റെ സ്പേസ് നമ്മുടെ മസിൽസിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് ഫില്ലായിരിക്കും ഗ്ലൈക്കോജൻ കൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം ഈ എക്സസ് ആയിട്ട് വരുന്ന ഈ ഗ്ലൈക്കോജൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ സ്ഥലം ഇല്ലാതെ വരുമ്പോൾ പുതിയ പുതിയ ഫാറ്റ് സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശരീരം കൂടുതൽ ഫാറ്റ് ആവുന്നത്, കൂടുതൽ ഒബീസ് ആവുന്നത്. ഈ എക്സസൈസ് എടുക്കുന്ന ഗ്ലൈക്കോജൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രോട്ടീൻ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത്, അതായത് വർക്കൗട്ട് ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് കയറാതെ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എക്സസ് ആയിട്ട് ഗ്ലൈക്കോജൻ വരികയും അതിങ്ങനെ ട്രൈഗ്ലിസറിനായിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുതിയ പുതിയ ഫാറ്റ് സെൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഓരോ പുതിയ ഫാറ്റ് സെൽസും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. നമ്മൾ ഒരുപാട് ഫാറ്റൊക്കെ ആയിട്ട് നമ്മൾ കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഫാറ്റ് സെൽസ് ഒരിക്കലും പോകുന്നില്ല. നമ്മൾ കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫാറ്റ് സെൽസ് എല്ലാം ഷ്രിങ്ക് ആവുകയാണ് ചെയ്യുന്നത്, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഫാറ്റ് സെൽസ് ഒരിക്കലും പോവില്ല. ഏറ്റവും ബെറ്റർ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ ഫാറ്റ് സെല്ല് ഉണ്ടാക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകില്ല. പിന്നെ നമ്മൾ എക്സസ് ആയിട്ട് ഇപ്പോൾ ഫാറ്റോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റോ എക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വീണ്ടും ഫില്ലാവും. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് സെൽസ് പോവില്ല, അത് ഷ്രിങ്ക് ആവുകയാണ്, ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും പുതിയ ഫാറ്റ് സെൽസ് ഉണ്ടാക്കാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. സോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.